ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. അപ്പോൾ എ എം വിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ എ എം വിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സാമിൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ എ എം വിയുടെ സിലബസിൽ ഓട്ടോമൊബൈൽ പാർട്ടിലെ ഫസ്റ്റ് ഭാഗം എഞ്ചിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. എഞ്ചിന്, അതേപോലെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എഞ്ചിൻ പാർട്സ്, എഞ്ചിന് റിലേറ്റ് ചെയ്തിരിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ഫ്യൂൽ സിസ്റ്റം, ഈ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റത്തെ ഓട്ടോമൊബൈലിലെ ഒരു 10 മാർക്കിന് വരുന്നത്. സോ അതിലെ 10 മാർക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എ എം വിയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ ഈ ഒരു 2026 ജനുവരിയിൽ എ എം വിയുടെ സെയിം സിലബസ് പ്രകാരം ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലോട്ടുള്ള ഫോർമാൻ എന്നുള്ള പോസ്റ്റ് ആയിരുന്നു അത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സബ്ജക്റ്റിന്റെ നമ്മുടെ എക്സാമിന്റെ കാറ്റഗറി കോഡ് വന്നിട്ടുണ്ടായിരുന്നത് 98/2025 ആയിരുന്നു. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് ഫോർമാൻ ആയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെ, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് ഡിപ്പാർട്ട്മെന്റ്. എക്സാം നടന്നത് 2026 ജനുവരി 13 ആയിരുന്നു എക്സാം നടന്നത്. സോ ഈ എക്സാം എ എം വിയുടെ സെയിം സിലബസ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ എ എം വി കഴിഞ്ഞതിന് ശേഷം അതേ സിലബസിന് മറ്റൊരു എക്സാം നടന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രോക്ക് ആൻഡ് ക്രാങ്ക് ത്രോ ഓഫ് ആൻ എഞ്ചിൻ ഈസ്. ഓപ്ഷൻ എ പറയുന്നത് സ്ട്രോക്ക് ഈസ് ഹാഫ് ഓഫ് ക്രാങ്ക് ത്രോ, സ്ട്രോക്ക് ഈസ് ട്വൈസ് ഓഫ് ക്രാങ്ക് ത്രോ, സ്ട്രോക്ക് ഈസ് 4 times ദ ക്രാങ്ക് ത്രോ, സ്ട്രോക്ക് ഈസ് ഈക്വൽ ടു ക്രാങ്ക് ത്രോ അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മളെ സ്ട്രോക്കും അതേപോലെ ക്രാങ്ക് ത്രോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് താഴെ 4 ഓപ്ഷൻ കൊടുത്തതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്ട്രോക്ക് എന്താണെന്നുള്ളത് നോർമലി നമുക്ക് എല്ലാവർക്കും ബേസിക്കലി അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. അത് പിസ്റ്റന്റെ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ടോ അല്ലെങ്കിൽ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ടുള്ള ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ്, ഒരു ടെക്നിക്കൽ ടേമാണ് ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. എന്താണ് ഒരു ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്? നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെൻട്രൽ ലൈനും അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ജേണൽസ് വരുന്നിടത്തുള്ള സെൻട്രൽ ആക്സിസും അതേപോലെ തന്നെ ക്രാങ്ക് പിന്നിന്റെ കണക്റ്റിംഗ് റോഡിന്റെ ബിഗ് എൻഡ് കണക്ട് ചെയ്യുന്ന ക്രാങ്ക് പിന്നിന്റെ സെൻട്രൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. സോ സ്ട്രോക്കും ക്രാങ്ക് ത്രോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അത് സ്ട്രോക്ക് എന്ന് പറയുന്നത് ക്രാങ്ക് ത്രോന്റെ ഹാഫ് ആണോ, സ്ട്രോക്ക് എന്ന് പറയുന്നത് ക്രാങ്ക് ത്രോന്റെ ഇരട്ടിയാണോ, ക്രാങ്ക് ത്രോന്റെ 4 times ആണോ, അതോ ക്രാങ്ക് ത്രോക്ക് ഈക്വൽ ആണോ എന്നുള്ളതാണ് ചോദ്യം ആണല്ലോ. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് ഇതാണ് നമ്മളുടെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ജേണൽസിന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ് ആണല്ലോ. ക്രാങ്ക് പിൻ എന്ന് പറയുന്ന ഭാഗമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ക്രാങ്ക് പിന്നിന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത്രയും ഡിസ്റ്റൻസിന് എന്താണ്, ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത് ആണല്ലോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ക്രാങ്ക് ത്രോ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ക്രാങ്ക് ഷാഫ്റ്റ് സെന്റർ ടു ക്രാങ്ക് പിൻ. ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ ടു ക്രാങ്ക് പിന്ന് വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ദ പിസ്റ്റൺ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ട്വൈസ് ദ ഡിസ്റ്റൻസ് ഇൻ 1 full റൊട്ടേഷൻ. ഒരു ഫുൾ റൊട്ടേഷൻ കഴിയുന്ന സമയത്തേക്ക് പിസ്റ്റൺ എന്തായി ഉണ്ടാവും, 2 തവണ അല്ലെ മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പ് ആൻഡ് ഡൗൺ പിസ്റ്റൺ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ട്വൈസ് ദ ഡിസ്റ്റൻസ് അല്ലെ. ഈ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 തവണ. സോ സ്ട്രോക്ക് ലെങ്ത് ഈസ് ട്വൈസ് ദ ക്രാങ്ക് ഷോ. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ട്വൈസ് ഓഫ് ദി ക്രാങ്ക് ത്രോ. ക്രാങ്ക് ത്രോന്റെ ഇരട്ടിയാണ് എന്ന് പറയാം അല്ലെ. സോ ഓപ്ഷൻ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, സ്ട്രോക്ക് ഈസ് ട്വൈസ് ദ ക്രാങ്ക് ത്രോ. ഇനി നമുക്ക് നേരെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും പറയാലോ. ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഫ് ഓഫ് സ്ട്രോക്ക് ആണ് എന്നുള്ളതും പറയാം. സോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വേണം ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതിന്റെ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. മോസ്റ്റ് ടർബോചാർജേഴ്സ് ഹാവ് എ വേസ്റ്റ് ഗേറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു കൂൾ ദ എയർ ഫ്യൂൽ മിക്സ്ചർ. ഓപ്ഷൻ ബി വരുന്നത് അലോ ഹയർ എഞ്ചിൻ സ്പീഡ്. ഓപ്ഷൻ സി വരുന്നത് പ്രൊഡ്യൂസ് ഓവർ ബൂസ്റ്റ്. ഓപ്ഷൻ ഡി വരുന്നത് പ്രിവെന്റ് ഓവർ ബൂസ്റ്റ്. നമുക്ക് ടെർബോ ചാർജേഴ്സ് നമുക്ക് പഠിക്കാം അല്ലേ. നമ്മൾ ടെർബോ ചാർജറും സൂപ്പർ ചാർജറും രണ്ടും ഒന്നിച്ചാണ് പഠിക്കാറുള്ളത്. സോ ടെർബോ ചാർജർ എന്താ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ടെർബോ ചാർജറിന്റെ അകത്ത് ഒരു വേസ്റ്റ് ഗേറ്റ് ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു വേസ്റ്റ് ഗേറ്റ് സിസ്റ്റം അല്ലേ, ഒരു വേസ്റ്റ് ഗേറ്റ് ഉണ്ടാവും. ഈ വേസ്റ്റ് ഗേറ്റ് എന്തിനാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ, അതായത് അത് എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. കൂൾ ദി എയർ ഫ്യൂൽ മിക്സ്ചറിനെ കൂൾ ചെയ്യാനായിട്ടാണോ,
അലോ എഞ്ചിൻ ഹയർ സ്പീഡ്, എഞ്ചിന്റെ ഹയർ എഞ്ചിൻ സ്പീഡിലോട്ട് വേണ്ടിയിട്ടാണോ, ഓവർ ബൂസ്റ്റ് ആവുന്നത്, ഓവർ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനാണോ, ഓവർ ബൂസ്റ്റ് പ്രിവെന്റ് ചെയ്യാനാണോ എന്നുള്ളതാണ് ഈ വേസ്റ്റ് ഗേറ്റ് എന്തിനു വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്താണ് വേസ്റ്റ് ഗേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്? വേസ്റ്റ് ഗേറ്റ് bypasses some exhaust gases around the turbine when boost pressure become too high. ബൂസ്റ്റ് പ്രഷർ കൂടുതലായി കഴിഞ്ഞാൽ, നമ്മൾ ലിമിറ്റിലേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സോസ്റ്റ് ഗ്യാസിനെ പ്രിവെന്റ് ചെയ്യാൻ, അത് വേറെ രീതിയിലോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് അല്ലേ. സോ പ്രിവെന്റിങ് എക്സസീവ് ബൂസ്റ്റ് പ്രഷർ ആണല്ലോ. അപ്പോൾ ഓപ്ഷനിൽ ഇതിലുണ്ട് പ്രിവെന്റ് ഓവർ ബൂസ്റ്റ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വേസ്റ്റ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് കൂളിംഗ് സിസ്റ്റം? കൂളിംഗ് സിസ്റ്റത്തിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആണല്ലോ. സോ നമുക്ക് ഇതിവിടെ എഞ്ചിൻ സിസ്റ്റമായി ബന്ധപ്പെട്ടതാണ് അല്ലേ, എഞ്ചിൻ സിസ്റ്റമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് ഓരോ നോക്കാം. തെർമോസ്റ്റാറ്റ് കൺട്രോൾസ് ദ മിനിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദി എഞ്ചിൻ. തെർമോസ്റ്റാറ്റ് കൺട്രോൾസ് ദ മിനിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദി എഞ്ചിൻ. വാട്ടർ പമ്പ് ഈസ് ഡ്രിവൺ ബൈ ക്രാങ്ക് ഷാഫ്റ്റ്. വാട്ടർ പമ്പ് എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റുമായിട്ടാണ്, ക്രാങ്ക് ഷാഫ്റ്റ് നിന്നാണ് വാട്ടർ പമ്പിലെ ഡ്രൈവ് ലഭിക്കുന്നത്. റേഡിയേറ്റർ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എഞ്ചിൻ ടു എയർ. റേഡിയേറ്റർ എന്ത് ചെയ്യുന്നു? എഞ്ചിൻ നിന്നുള്ള ഹീറ്റിനെ ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് എഞ്ചിൻ നിന്നുള്ള എയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ ഇൻലെറ്റ് ഓഫ് ദി വാട്ടർ പമ്പ് കണക്ട് ടു ദി എഞ്ചിൻ ബ്ലോക്ക്. ഇൻലെറ്റ് ഓഫ് ദി വാട്ടർ പമ്പ് ഈസ് കണക്റ്റഡ് ടു ദി എഞ്ചിൻ ബ്ലോക്ക് അല്ലേ. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ശരിക്കും വായിക്കുക, ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കുക, ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ചോദിച്ചല്ലേ. സോ ഇതിൽ 4ാമത്തെ ഓപ്ഷൻ നോക്കൂ. ദ ഇൻലെറ്റ് ഓഫ് ദി വാട്ടർ പമ്പ് കണക്ട്സ് ടു ദി എഞ്ചിൻ ബ്ലോക്ക്. ഇൻലെറ്റ് ഓഫ് ദി വാട്ടർ പമ്പ് എഞ്ചിൻ ബ്ലോക്കിലോട്ടാണോ കണക്ട് ചെയ്യാറുള്ളത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത് അല്ലേ. സോ നമുക്കറിയാം എന്താണ് ഒരു വാട്ടർ പമ്പ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വാട്ടർ പമ്പ് യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വാട്ടർ പമ്പ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ അകത്ത് വാട്ടർ ജാക്കറ്റിന്റെ ഉള്ളിലൂടെ വാട്ടറിനെ അല്ലെങ്കിൽ കൂളന്റിനെ എപ്പോഴും എന്ത് ചെയ്യണം? പാസ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പമ്പ് ഉപയോഗിക്കുന്നത് അല്ലേ. സോ വാട്ടർ ജാക്കറ്റിന്റെ അകത്തിലൂടെ കൂളന്റ് ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ അതിന്റെ ഇൻലെറ്റ് കണക്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ. ദ ഇൻലെറ്റ് ഓഫ് ദി വാട്ടർ പമ്പ് നോർമലി കണക്ട് ടു ദി റേഡിയേറ്റർ ഔട്ട്ലെറ്റ് അല്ലേ. ഈ വാട്ടർ പമ്പിന്റെ ഇൻലെറ്റ് നോർമലി കണക്ട് ചെയ്യുന്നതാണ് റേഡിയേറ്ററിന്റെ ഔട്ട്ലെറ്റ്. റേഡിയേറ്ററിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? റേഡിയേറ്ററിന്റെ ലോവർ ടാങ്ക് ആണ് എന്ന് പറയാം അല്ലേ. റേഡിയേറ്ററിന് അപ്പർ ടാങ്ക് ഉണ്ടായിരിക്കും, ലോവർ ടാങ്ക് ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ അപ്പർ ടാങ്ക് കാണാൻ പറ്റും, അതേപോലെ ലോവർ ടാങ്ക് കാണാം. അപ്പർ ടാങ്കിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? നമുക്ക് ഹോട്ട് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ, അല്ലെങ്കിൽ കൂളന്റ് വാട്ടർ പറയാം, അല്ലെങ്കിൽ കൂളന്റ് പറയാം. സോ ഹോട്ട് ആയിട്ടുള്ള കൂളന്റ് ഉണ്ടായിരിക്കുക. ഈ കൂളന്റ് എന്ത് ചെയ്യുന്നു? ത്രൂ ഈ ഒരു ഫിൻസിലൂടെ റേഡിയേറ്റർ കോറിലൂടെ താഴത്തോട്ട് പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള എയറിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് അതെന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നുള്ള ഹീറ്റിനെ അന്തരീക്ഷത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇവിടെ നിന്നേക്ക് കൂളന്റ് എന്തായിട്ടുണ്ടാവും? നോർമൽ ടെമ്പറേച്ചറിലോട്ട് എത്തിയിട്ടുണ്ടാവും അല്ലെ, തണുത്തിട്ടുണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. നോർമൽ ടെമ്പറേച്ചറിലോട്ട് എത്തും. സോ ഇതിലാണ് നമ്മൾ വാട്ടർ പമ്പ് കണക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എപ്പോഴാണോ പമ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആണ് എഞ്ചിനകത്തോട്ട് നമ്മൾ പമ്പ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ദ ഇൻലെറ്റ് ഓഫ് ദി വാട്ടർ പമ്പ് കണക്ട്സ് ടു ദി എഞ്ചിൻ ബ്ലോക്ക്. ഇൻലെറ്റ് ഓഫ് ദി വാട്ടർ പമ്പ് ഈസ് കണക്റ്റഡ് ടു എഞ്ചിൻ ബ്ലോക്ക്. എഞ്ചിൻ ബ്ലോക്കിലൊക്കെ അല്ല കണക്ട് ചെയ്തിട്ടുണ്ടാകുക, ഇറ്റ് കണക്റ്റഡ് ടു റേഡിയേറ്റർ അല്ലെ, റേഡിയേറ്ററിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആയി നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം അല്ലേ. ദ പർപ്പസ് ഓഫ് വെഞ്ചുറി ഇൻ എ കാർബറേറ്റർ. ഒരു കാർബറേറ്ററിൽ വെഞ്ചുറിന്റെ പർപ്പസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇൻക്രീസ് എയർ വെലോസിറ്റി, ഡിക്രീസ് എയർ വെലോസിറ്റി, ഡിക്രീസ് ഫ്യൂൽ ഫ്ലോ, ഇൻക്രീസ് മാനിഫോൾഡ് വാക്വം. എയർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനാണോ, എയർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യിപ്പിക്കാനാണോ, ഫ്യൂവലിന്റെ ഫ്ലോനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനാണോ, അതേപോലെ തന്നെ മാനിഫോൾഡിന്റെ വാക്വം ഇൻക്രീസ് ചെയ്യിപ്പിക്കാനാണോ? സോ ഇതിൽ ഏതാണ് നമ്മളുടെ ഒരു വെഞ്ചുറിന്റെ പർപ്പസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും വെഞ്ചുറിന്റെ പർപ്പസ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വെഞ്ചുറി എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ എയറിനെയും കാർബറേറ്ററിൽ എയറും ഫ്യൂലും കൂടി മിക്സ് ആവുന്ന ഒരു ഏരിയയാണ് വെഞ്ചുറി എന്ന് പറയുന്നത്. സോ വെഞ്ചുറിന്റെ ഉള്ള ഏരിയ കുറച്ച് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. ദ വെഞ്ചുറി ഈസ് എ നാരോഡ് സെക്ഷൻ ഓഫ് ദി കാർബറേറ്റർ ത്രോട്ട് ദാറ്റ് ഇൻക്രീസസ് എയർ വെലോസിറ്റി ആൻഡ് റെഡ്യൂസസ് പ്രഷർ. പ്രഷർ റെഡ്യൂസ് ചെയ്ത് എയറിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഏരിയ. ആ വെഞ്ചുറിയിൽ അതാണ് സംഭവിക്കുന്നത്. അലോയിങ് ഫ്യൂൽ ടു ബി ഡ്രോൺ ടു എയർ ഫ്ലോ മിക്സിങ്. ഈ എയറിലോട്ട് ഫ്യൂലിനെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നവർ. അവിടെ നിന്നാണ് നമ്മളുടെ എന്താണ് എയറും ഫ്യൂലും എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. എയർ ഫ്യൂലും മിക്സ് ചെയ്യുന്ന ഒരു ഭാഗമാണ് വെഞ്ചുറി എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതാണ് ആൻസർ നോക്കൂ? ഇൻക്രീസ് എയർ വെലോസിറ്റി അല്ലെ. ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക.
ദെൻ നെക്സ്റ്റ് നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം? തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റും ഉണ്ട്, 4 ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാം. തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയണം കേട്ടോ. ആദ്യം തെർമോസൈഫൺ സിസ്റ്റം, നമുക്ക് 2 ടൈപ്പ് ഓഫ് കൂളിംഗ് സിസ്റ്റം നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് പറയാനുണ്ട് അല്ലെ. തെർമോസൈഫണും അതേപോലെ തന്നെ പമ്പ് സർക്കുലേഷനും. എയർ കൂളിംഗും വാട്ടർ കൂളിംഗും വേറെ ഉണ്ട്. നമ്മൾ ഈ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ട് അല്ലെ അതിന്റെ ഫ്ലോ ഒക്കെ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു വെക്കണം. തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൂളിംഗ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കൂളന്റ് ടെമ്പറേച്ചർ. കൂളിംഗ് എന്ന് പറയുന്നത് കൂളന്റിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കൂളിംഗ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എഞ്ചിൻ സ്പീഡ്. എഞ്ചിൻ സ്പീഡിനെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എഞ്ചിൻ സ്പീഡിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കൂല, ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും. അതായത് എഞ്ചിൻ സ്പീഡിനെ ബേസ് ചെയ്തിട്ടല്ല കൂളിംഗ് എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പറയുന്നത് ദ റേഷ്യോ ഓഫ് സർക്കുലേഷൻ ഈസ് ഫാസ്റ്റ് ആൻഡ് സഫിഷ്യന്റ്. അതായത് കൂളന്റ് സർക്കുലേഷൻ അല്ലെ ത്രൂ എഞ്ചിൻ റേഡിയേറ്റർ കൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിരിക്കും, അതേമാതിരി സഫിഷ്യന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. സോ ഓപ്ഷൻ 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം ശരിയാന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 മാത്രം ശരിയാന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാന്ന് കൊടുത്തിട്ടുണ്ട്. 1ഉം 2ഉം 3ഉം ശരിയാന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ കൂളിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂളിംഗ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണല്ലോ. ആണ് കൂളിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്ന കൂളിംഗ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. കാരണം തെർമോസൈഫൺ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അത് കൂളന്റിന്റെ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂളന്റിന്റെ ട്രാവൽ ഉണ്ടായിരിക്കുക. ദെൻ എഞ്ചിൻ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എഞ്ചിന്റെ സ്പീഡുമായി ബന്ധപ്പെട്ടിട്ട് അതിന് കണക്ഷനും കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ട് എഞ്ചിൻ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫാസ്റ്റ് ആൻഡ് സഫിഷ്യന്റ് ആയിരിക്കുമോ? ഫാസ്റ്റ് ആൻഡ് സഫിഷ്യന്റ് ആയിരിക്കില്ല, അല്ലല്ലോ. ഫാസ്റ്റ് ആയിട്ട് കൂളിംഗ് നടക്കുമോ? ഇല്ല. അപ്പൊ സോ 1ഉം 2ഉം വരുന്നതായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാകുക. സോ എന്താണ് തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. എന്താണ് തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് നമ്മളുടെ ഈ എഞ്ചിന്റെ മുകളിൽ ഹൈറ്റിൽ, എഞ്ചിനേക്കാളും ഹൈറ്റ് കൂടിയ ലെവലിലായിരിക്കും റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്ക് ഉണ്ടായിരിക്കുക. സോ ഇതിലുണ്ടാകുന്ന കൂളന്റിന്റെ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം അല്ലെ, കൂളന്റിന്റെ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും? ഈ കൂളന്റ് മുകളിലോട്ട് പോകും, അപ്പർ ടാങ്കിലോട്ട് പോകും. സോ ഇവിടുന്ന് താഴത്തോട്ട് ഒഴുകുമ്പോൾ ഗ്രാവിറ്റി കാരണം താഴത്തോട്ട് ഒഴുകുന്ന സമയത്ത് കൂളാവുന്നു. ഇവിടുന്ന് ഈ താഴത്ത് വരുന്നത് ലോവർ ആയിട്ട് ഡെൻസിറ്റി ഡിഫറൻസ് കാരണം. അപ്പൊ ഡെൻസിറ്റി ഹോട്ട് ആകുന്നത് മുകളിലോട്ടും കോൾഡ് ആയിട്ടുള്ളത് താഴെ ആയിരിക്കും എന്നുണ്ടായിരിക്കുക നിൽക്കുക. അതാണ് നമ്മുടെ തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ അല്ലെ 1 and 2 ആണ്, സി ആണ് ശരി. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലൈവീൽ? ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്മൂത്തർ ഔട്ട് സിലിണ്ടർ ഫയറിംഗ് പൾസേഷൻസ്, മെഷസ് വിത്ത് ദ സ്റ്റാർട്ടർ ഡ്രൈവ് ഗിയർ, റെഡ്യൂസസ് ഫ്രിക്ഷൻ ഓൺ എഞ്ചിൻ, പ്രൊവൈഡ്സ് മൗണ്ടിങ് പ്ലേസ് ഫോർ ദി ക്ലച്ച് അസംബ്ലി. ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻസ് ആണ് അല്ലെ, അതിൽ ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ ഉൾപ്പെടാതെ. അതായത് സിലിണ്ടറിന്റെ ഫയറിംഗ് പൾസേഷനെ സ്മൂത്ത് ചെയ്യും എന്നാണ് പറയുന്നത്, ഓപ്ഷൻ എ പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റാർട്ടർ ഡ്രൈവ് ഗിയർ അല്ലെ, സ്റ്റാർട്ടിംഗ് മോട്ടോർ ഡ്രൈവ് ഗിയർ അതിലോട്ട് മെഷ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. റെഡ്യൂസസ് ഫ്രിക്ഷൻ ഓൺ എഞ്ചിന്റെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. നാലാമത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ക്ലച്ച് അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള മൗണ്ടിങ് പ്ലേസസ് ഫ്ലൈവീൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് അല്ലെ. സോ ഇത് എയും ബിയും ഡിയും ഫംഗ്ഷൻസ് ആണ്. നമുക്ക് ഏത് ഫംഗ്ഷൻ അല്ല? നമുക്ക് ഈ ഒരു മൂന്നാമത് പറഞ്ഞ സി മാത്രം നമുക്ക് ഫംഗ്ഷൻ അല്ല. അതെ, ഫ്ലൈവീലിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. എ ഫ്ലൈവീൽ സ്റ്റോർസ് rotational energy, smoothens engine power pulsations and meshes with starter ring gear and support the clutch assembly. Clutch assembly support ചെയ്യും. എഞ്ചിന്റെ ഫ്രിക്ഷനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫ്ലൈവീൽ എന്ത് ചെയ്യുന്നില്ല, റെഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓട്ടോതെർമിക് പിസ്റ്റൺസ് steel insert are used at a piston pin bosses to reduce piston weight, control the direction of piston expansion, reduce piston expansion, increase the strength of piston. എന്താണ് പറയുന്നത്? ഓട്ടോതെർമിക് പിസ്റ്റൺസിൽ നമുക്ക് പിസ്റ്റൻസിന്റെ പിസ്റ്റന് ഹീറ്റ് ആയിക്കാണ്ട് നമുക്ക് പിസ്റ്റന്റെ സ്കേർട്ടൊക്കെ ഹീറ്റ് ആയിട്ട്
സ്കഫി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡുകൾ നമ്മൾ പിസ്റ്റണിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഓട്ടോതെർമിക് പിസ്റ്റൺസ് എന്ന് പറയുന്നത് ആണല്ലോ. സോ ഓട്ടോതെർമിക് പിസ്റ്റൺസിൽ പിസ്റ്റൺ പിൻ ബോസിന്റെ അകത്ത് സ്റ്റീൽസിന്റെ ചെറിയ ചിപ്പുകൾ ഭാഗമുള്ള സ്റ്റീൽ ഒരു പാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ? റെഡ്യൂസ് പിസ്റ്റൺ വെയിറ്റ്, പിസ്റ്റന്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? കൺട്രോൾ ദ ഡയറക്ഷൻ ഓഫ് പിസ്റ്റൺ എക്സ്പാൻഷൻ, പിസ്റ്റന്റെ എക്സ്പാൻഷന്റെ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? റെഡ്യൂസ് പിസ്റ്റൺ എക്സ്പാൻഷൻ, പിസ്റ്റന്റെ എക്സ്പാൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് പിസ്റ്റൺ, പിസ്റ്റന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോതെർമിക് പിസ്റ്റൺ കാണാൻ പറ്റും, പിസ്റ്റൺ പിൻ ബോസ് കാണാൻ പറ്റും. ബോസിന്റെ ഇടയിൽ ഇവിടെ ഈ കാണുന്നതാണ് സ്റ്റീൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പിസ്റ്റൺ പിൻ ബോസിന്റെ അകത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റീൽ ഇൻസേർട്ട് ടു കൺട്രോൾ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ അലുമിനിയം പിസ്റ്റൺ. സോ ദ എക്സ്പാൻഷൻ ഒക്കേഴ്സ് ഇൻ എ കൺട്രോൾഡ് ഡയറക്ഷൻ മെയിൻറ്റെയിനിങ് പ്രോപ്പർ പിസ്റ്റൺ ക്ലിയറൻസ് ഇൻ ദ സിലിണ്ടർ അല്ലേ? അപ്പോൾ അതിന്റെ ഏത് ഡയറക്ഷനിലോട്ട് ഇത് എക്സ്പാൻഡ് ആകണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ അത് നമ്മൾ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നല്ലോ. ഓപ്ഷൻ ബി ആയിരുന്നു അല്ലേ? കൺട്രോൾ ദ ഡയറക്ഷൻ ഓഫ് പിസ്റ്റൺ എക്സ്പാൻഷൻ, പിസ്റ്റന്റെ എക്സ്പാൻഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അടുത്തത് 8th ക്വസ്റ്റ്യന് ഒരു ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എ 4-stroke എഞ്ചിൻ ഈസ് റണ്ണിങ് അറ്റ് 1500 RPM. 1500 RPM ഒരു 4-stroke എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഹൗ മെനി ടൈംസ് ഇൻ എ മിനിറ്റ്സ് ഡസ് ഈച്ച് വാൾവ് ഓപ്പൺ ആൻഡ് ക്ലോസ്? ഒരു മിനിറ്റിൽ എത്ര തവണ ഒരു വാൾവ് ഓപ്പണും ക്ലോസും ആകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു ടൈമിൽ എത്ര തവണ വാൾവ് ഓപ്പണും ക്ലോസും ആകും? 1500 കൊടുത്തിട്ടുണ്ട്, 3000 കൊടുത്തിട്ടുണ്ട്, 375 കൊടുത്തിട്ടുണ്ട്, 750, 750 കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു 4-stroke എഞ്ചിന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരു 4-stroke എഞ്ചിന് 1500 RPM വർക്ക് ചെയ്യും. സോ 1500 RPM വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനിൽ, ഒരു 4-stroke എഞ്ചിനിൽ 4 സ്ട്രോക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ എത്ര പവർ സ്ട്രോക്ക് ഉണ്ടാവും എന്ന് നോക്കണ്ടേ? എത്ര പവർ സ്ട്രോക്ക് ഉണ്ടായിരിക്കും? 1500 RPM വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനിൽ എത്ര പവർ സ്ട്രോക്ക് ഉണ്ടാവും? 4 സ്ട്രോക്കിൽ 2 റൊട്ടേഷൻ കറങ്ങുമ്പോഴാണ് ഒരു പവർ സ്ട്രോക്ക് ലഭിക്കുന്നത്. സോ 750 പവർ സ്ട്രോക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക ആണല്ലോ. ഒരു വാൾവ് ഓപ്പണായി ക്ലോസ് ആകുക ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴല്ലേ അല്ലേ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാകുക, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ഒരു വാൾവ് ഓപ്പണായി ക്ലോസ് ആകുക എന്ന് പറയുന്നത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ്. സോ ആൻസർ എന്തായിരിക്കും വരിക? 750 ആയിരിക്കും ആൻസർ വരിക ആണല്ലോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. നമ്മൾ 4-stroke എഞ്ചിന്റെയും 2-stroke എഞ്ചിന്റെയും എത്ര റൊട്ടേഷൻ കറങ്ങുമ്പോഴാണ് ഒരു പവർ സ്ട്രോക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്രാങ്ക് കേസ് വെന്റിലേഷൻ ഈസ് പ്രൊവൈഡഡ് ടു 9th ക്വസ്റ്റ്യൻ അല്ലേ? സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്രാങ്ക് കേസ് വെന്റിലേഷൻ ഈസ് പ്രൊവൈഡഡ് ടു, ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? കൂൾ ദ ക്രാങ്ക് കേസ്, കൂൾ ദ സിലിണ്ടർ വാൾസ്, റിമൂവ് ബ്ലോ ബൈ ഗ്യാസസ്, ഇൻക്രീസ് ക്രാങ്ക് കേസ് ഡയലൂഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ കൊടുക്കുന്നത്? ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൊടുക്കുന്നത്? ക്രാങ്ക് കേസിനെ കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? സിലിണ്ടർ വാളിനെ കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? ബ്ലോ ബൈ ഗ്യാസസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? അതോ ക്രാങ്ക് കേസ് ഡയലൂഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ കൊടുക്കാനുള്ള കാരണം? അതായത് നമ്മളുടെ കമ്പസ്റ്റ് നടന്ന് പവർ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ സിലിണ്ടറിന്റെ സൈഡിലൂടെ, സിലിണ്ടർ വാളിന്റെ ഇടയിലൂടെ പിസ്റ്റൺ റിങ്സിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിസ്റ്റണൊക്കെ ചെറിയ തേയ്മാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലൂടെ ഈ കമ്പസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഹൈ പ്രഷറിലുള്ള ഗ്യാസസ് എഞ്ചിന്റെ ക്രാങ്ക് കേസിലോട്ട് ലീക്ക് ഔട്ട് ആവും. ഈ ലീക്ക് ഔട്ട് ആകുന്ന ഗ്യാസിനെ പറയുന്ന പേരാണ്, നമ്മൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബ്ലോ ബൈ, ഗ്യാസസിനെ പറയുന്ന പേരാണ് ബ്ലോ ബൈ ഗ്യാസസ് അല്ലേ? സോ ഈ ഗ്യാസസ് ഇവിടെ നമ്മളുടെ ഈ ക്രാങ്ക് കേസിൽ ഫില്ല് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ താഴത്തെ ഓയിൽ സമ്പിൽ ഓയിൽ ഉണ്ടല്ലോ, താഴത്തെ ഓയിൽ സമ്പിൽ ഓയിൽ ഉണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് ഈ ഓയിലോട്ട് മിക്സ് ആകാനും അവിടെ എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇവിടെ ഫോമിങ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ഈ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. സോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, ഈ എഞ്ചിൻ ഓയിലോട്ട് കണ്ടാമിനേഷൻ ചെയ്തിട്ട് വേറൊരു ഫോമിലോട്ട് എഞ്ചിൻ ഓയിലൊന്നും പോകാതിരിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലീക്ക് ഔട്ട് ആവുന്ന ഗ്യാസസിനെ നമ്മൾ പുറത്ത് കളയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? ക്രാങ്ക് കേസ് വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത്. ബ്ലോ ബൈ ഗ്യാസസ് ദാറ്റ് ലീക്ക് പാസ്റ്റ് പിസ്റ്റൺ റിങ്സ് എൻ്റർ ദ ക്രാങ്ക് കേസ്. വെന്റിലേഷൻ റിമൂവ്സ് ദീസ് ഗ്യാസസ് ടു പ്രിവെന്റ് പ്രഷർ ബിൽഡപ്പ് ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് എഞ്ചിൻ ഓയിൽ. എഞ്ചിൻ ഓയിലിൽ മിക്സ് ആവുന്നതും പ്രഷർ, അതിൻ്റെ ഉള്ളിൽ ഓവർ പ്രഷർ ബിൽഡ് ചെയ്യുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രാങ്ക് കേസ് വെന്റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. 2 ടൈപ്പ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ ഉണ്ട്. റോഡ് ഡ്രാഫ്റ്റ് റെസിസ്റ്റ് ഉണ്ട്, റോഡ് ഡ്രാഫ്റ്റ് സിസ്റ്റം, അതേപോലെ തന്നെ PCV സിസ്റ്റം, പോസ്റ്റ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക.
സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, റിമൂവ് ബ്ലോ ബൈ ഗ്യാസസ് അല്ലേ. ബ്ലോ ബൈ ഗ്യാസസിനെ റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രാങ്ക് കേസ് വെന്റിലേഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് പിൻഡോക്സ് നോസിൽ. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് പിൻഡോസ് നോസിൽ. പിൻഡോസ് നോസിലിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? ബെറ്റർ കോൾഡ് സ്റ്റാർട്ടിംഗ് പെർഫോമൻസ്, എബിലിറ്റി ടു ഡിസ്ട്രിബ്യൂട്ട് ഫ്യൂവൽ, ഗുഡ് അറ്റോമൈസേഷൻ, ഗുഡ് വെന്റിലേഷൻ. നമ്മൾ നോസിലിന്റെ പല ടൈപ്പും പഠിക്കുന്നുണ്ട് അല്ലേ. പിൻഡില് അതോടെ തന്നെ പിൻഡോക്സ് പറഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് പഠിക്കുന്ന ഒരു ടൈപ്പാണ് പിൻഡോക്സ് ടൈപ്പ് നോസിൽ എന്ന് പറയുന്നത്. സോ അതിൽ ഈ പിൻഡോക്സ് ടൈപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത് അല്ലേ. The Pindos nozzle provides an auxiliary small spray that improves fuel ignition during cold starting conditions. അല്ലേ. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഓക്സിലറി ആയിട്ട് എക്സ്ട്രാ ഒരു ചെറിയ സ്പ്രേ കൊടുക്കുന്നുണ്ട് ഇഗ്നീഷനെ ഒന്നുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് കോൾഡ് സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ പെട്ടെന്ന് ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ബെറ്റർ കോൾഡ് സ്റ്റാർട്ടിംഗ് പെർഫോമൻസ്. പിൻഡോസ് നോസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ, കോൾഡ് സ്റ്റാർട്ടിംഗ് പെർഫോമൻസിൽ നമുക്കൊന്നുകൂടി എഫിഷ്യൻ്റ് ആകും എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് 10 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ ഏറ്റവും റീസെൻ്റ്ലി AMVയുടെ സെയിം സിലബസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലെ ഫോർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിൽ വന്നിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനി ഇതിൻ്റെ അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മുടെ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടതും ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതും ചേസിസുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.